അനീതിക്കെതിരെ ശബ്ദിക്കാൻ, അധർമ്മത്തിനെതിരെ ശബ്ദിക്കാൻ ആളില്ലാത്ത നാട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അധർമ്മം പ്രവർത്തിക്കുന്നവരുടെ ഔദാര്യം കൈപ്പറ്റി അധികാരത്തിൽ കയറാൻ കാത്തിരിക്കുന്നവരുടെ നാട്. നാണയത്തുട്ടിന്റെ കിലുക്കത്തിന് കാതോർക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങൾ കരയുന്നവന്റെ കണ്ണുനീര് കണ്ടില്ലെന്നടിക്കുന്ന നാട്. വിജ്ഞാനം വിളമ്പുന്ന വാക്കുകൾ നിറഞ്ഞ നാട്. വിജ്ഞാനം വിളമ്പുന്ന വാക്കുകൾ നിറഞ്ഞ നാട്. ദൈവത്തിന്റെ നാട്, മലയാള നാട്. ദൈവത്തിന്റെ നാട്, മലയാള നാട്. ഈ നാടിന്റെ സാംസ്കാരിക പരിഷ്കരണത്തിനും സാമൂഹ്യ പുരോഗതിക്കും ഒട്ടേറെ സംഭാവനകൾ നൽകി. ഒരു കാലത്ത് ഉത്സവ പറമ്പുകളിലും പള്ളി മൈതാനങ്ങളിലും നിറഞ്ഞു നിന്നിരുന്ന കഥാപ്രസംഗം 10-20 വർഷക്കാലമായി കലോത്സവങ്ങളിലെ മത്സരീനം മാത്രമായി, അല്ലെങ്കിൽ ചാനലുകളിൽ പരസ്യം കോർത്തുവിടാനുള്ള ചരടായി മാത്രം അവശേഷിക്കുന്നു. പുതിയ തലമുറയിലെ അധികം പേരും കഥാപ്രസംഗം കേട്ടിട്ട് പോലുമില്ല. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഒരു കഥാപ്രസംഗവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങളുടെ ദുർലോഭമായ സഹകരണവും അനുഗ്രഹാശിസ്സുകളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. നമ്മുടെ കഥ ചക്രവാളങ്ങൾ സാക്ഷി. വിശിഷ്ടാതിഥികൾക്ക് വിക്ടോറിയയിലേക്ക് സ്വാഗതം. വിക്ടോറിയ ഇന്റർനാഷണൽ പഞ്ചനക്ഷത്ര മദ്യശാല. ഞാനും നിങ്ങളും ഇപ്പോൾ നഗരഹൃദയത്തിലെ അതിമനോഹരമായ മണിമന്ദിരത്തിന്റെ 4ാം നിലയിലെ മനോഹരമായ വിരുന്നുശാലയിലാണ്. കുങ്കുമം ചാർത്തുന്ന ചക്രവാളം സന്ധ്യയോട് കഴിഞ്ഞിടുമ്പോൾ. കുങ്കുമം ചാർത്തുന്ന ചക്രവാളം സന്ധ്യയോട് കഴിഞ്ഞിടുമ്പോൾ. കുങ്കുമവർണ്ണം ചാർത്തിയ പടിഞ്ഞാറൻ ചക്രവാളം സന്ധ്യയായി അറിയിച്ചു കഴിഞ്ഞാൽ പ്രശസ്തരും പ്രഗത്ഭരും പ്രമാണിമാരും ലഹരി തേടിയെത്തിടുന്ന നഗരനാമം. പ്രമുഖരും പ്രശസ്തരും പ്രഗത്ഭരും പ്രമാണിമാരുമായവർ ലഹരി തേടിയെത്തുന്ന ഏകതാവളം. പ്രശസ്തരും പ്രഗത്ഭരും പ്രമാണിമാരും ലഹരി തേടിയെത്തിടുന്ന നഗരനാമം. വിക്ടോറിയ ഇന്റർനാഷണൽ. വർണ്ണദീപങ്ങളുടെ മായാപ്രപഞ്ചം. മാസ്മരിക സംഗീതധാരയും മദ്യത്തിന്റെ മയം പഠിപ്പിക്കുന്ന രൂക്ഷഗന്ധവും ഇഴകിച്ചേർന്ന അന്തരീക്ഷത്തിൽ നിന്നും ഉറയ്ക്കാത്ത ചുവടുകളും വഴങ്ങാത്ത നാവുകളുമായി അതിഥികൾ യാത്ര പറയുകയാണ്. ഈ സമയം ആണൊഴിഞ്ഞൊരു മൂലയിൽ പരിശ്രമം നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ഫെർണാണ്ടസ്. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ ലക്ഷോപലക്ഷത്തിൻ സമ്പത്തു സകലരും വിറ്റുലഹരി പുഴയുന്നീതി. ലക്ഷോപലക്ഷത്തിൻ സമ്പത്തു സകലരും വിറ്റുലഹരി പുഴയുന്നീതി. മദ്യപിശാചിക്കും പാദസേവ ചെയ്തയാൾ താണുപോയി താണുപോയി കടത്തിൽ. മദ്യപിശാചിക്കും പാദസേവ ചെയ്തയാൾ താണുപോയി താണുപോയി കടത്തിൽ. ഫെർണാണ്ടസ് വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. ഈ സമയം വഴികണമായി വീട്ടിൽ കാത്തിരിക്കുന്നു ഫെർണാണ്ടസിന്റെ ഭാര്യ മെറീന. മെറീന ഫെർണാണ്ടസ് ദമ്പതികൾക്ക് ഒരേ ഒരു മകൻ മെർലി. വന്ധ്യതയുടെ ഊഷരഭൂമിയിലുള്ള സുദീർഘമായ 10 വർഷത്തെ ദാമ്പത്യ യാത്രക്കിടവിൽ ആ വലവയിൽ പോത്തുനിന്ന ഒരു കനകപ്പൂ പോലവൾ, ഒരു ജന്മസാഫല്യമായി. അവൾക്ക് 4 വയസ്സ്. അവളുടെ പുഞ്ചിരി തന്റെ ദുഃഖങ്ങൾ മറക്കുന്നത് അവളെ കാണുമ്പോൾ മാത്രമാണ്. അവളുടെ പുഞ്ചിരി ഫെർണാണ്ടസ് രാത്രിയിലെ വീട്ടിലെത്താറുണ്ട്. മദ്യപിച്ച് വീട്ടിലെത്തിയാൽ ബഹളം നിത്യസംഭവം. പിതാവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മെർലിക്ക് ഫെർണാണ്ടസിനെ ഭയമാണ്. അതുകൊണ്ട് ഫെർണാണ്ടസ് എത്തും മുൻപേ മെർലിയെ ഉറക്കണം. മെറിയുടെ പൊന്നുമാൾ തോളിലിട്ട് പാടുകയാണ്.
ശരിയാണ്.